വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയും മറികടന്നുകൊണ്ട് രാജ്യസഭയിൽ എത്തിയിരിക്കുകയാണ്. ബില്ലിന്മേലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു ആണ് ബില്ല് അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള കനത്ത എതിർപ്പിനെയും വിമർശനങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ടാണ് ബില്ല് രാജ്യസഭയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 8 മുതൽ 10 മണിക്കൂറുകൾക്കിപ്പുറമാണ് ബില്ല് പാസ്സാക്കിയെടുത്തതും. ബില്ലിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും സമ്മിശ്രമായ പ്രതികരണങ്ങളായിരുന്നു ഈ മണിക്കൂറിൽ എല്ലാം തന്നെ പുറത്തു വന്നതും. ഇന്ന് രാജ്യസഭയിൽ കൂടെ ബില്ലിന് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് ബില്ല് പാസ്സായാൽ അതൊരു ചരിത്ര നേട്ടം തന്നെയായിരിക്കും ഉണ്ടാവുകയും BJP സർക്കാരിന്റെ ഭരണത്തിൽ ഇതും ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കാൻ സാധിക്കുന്ന വമ്പൻ നേട്ടം തന്നെയായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ബില്ലിനെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷം പിന്നാലെ തന്നെയുണ്ട്. എന്നാൽ ഇനിയും അവരുടെ പ്രതിഷേധങ്ങൾക്ക് അർത്ഥമില്ലാതാകും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. വഖഫ് എന്നത് ബുൾഡോസർ പോലെ ഇടിച്ചു നിരത്തി എന്ന് ആക്രോശിക്കുന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കളെ ഒക്കെ കൂടെയുള്ള മറുപടിയായിരിക്കും ബില്ല് പാസ്സാവുക എന്നത്. രാജ്യസഭയിൽ ഇന്ന് മറ്റൊരു ചരിത്ര നിമിഷം രചിക്കുമോ എന്നതും കണ്ടറിയേണ്ടത് തന്നെയാണ്. അതേസമയം കേന്ദ്രമന്ത്രി കിരൺ റിജിജു ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഈ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങൾ സംസ്ഥാന സർക്കാരുകൾ, ന്യൂനപക്ഷ കമ്മീഷനുകൾ, വഖഫ് ബോർഡുകൾ എന്നിവയുമായും കൂടിയാലോചിച്ചിരുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. JPCയുടെ കൂടിയാലോചനകളെ കുറിച്ച് സംശയങ്ങൾ ഉയർന്നിട്ടും വിപുലമായ ചർച്ചകൾക്ക് ശേഷം ബിൽ ഇന്നലെ ലോക്സഭയിൽ പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിന് വേണ്ടി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചർച്ച ആരംഭിക്കുന്നതും. വഖഫ് നിയമനിർമ്മാണത്തെ UMEED, അതായത് ഏകീകൃത വഖഫ് മാനേജ്മെന്റ് ശാക്തീകരണ കാര്യക്ഷമതയും വികസനവും ബില്ലെന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് മന്ത്രി കിരൺ റിജിജു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കി. വഖഫ് ബിൽ മുസ്ലിം സമൂഹത്തിന് എതിരാണ് എന്ന് പ്രതിപക്ഷ വാദങ്ങളെ തള്ളിക്കളഞ്ഞ ന്യൂനപക്ഷകാര്യ മന്ത്രി നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കാൻ എല്ലാ കക്ഷികളെയും അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ബില്ല് മതപരമായ അവകാശങ്ങളെ ലംഘിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരുടെയും മതവികാരത്തെ വ്രണപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാ സമുദായങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊന്നി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചർച്ച ആരംഭിച്ചതും. 2013 UPA വഖഫ് നിയമം ഭേദഗതി ചെയ്തുവെന്നും 14 സംസ്ഥാനങ്ങളുമായി മാത്രമാണ് ചർച്ചകൾ നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതുപോലെ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിന് മുൻപേ തന്നെ നടത്തിയ വിപുലമായ കൂടിയാലോചനകൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. 2013 UPA സർക്കാരിന്റെ കീഴിൽ നടന്ന പ്രക്രിയയുമായി നിലവിലെ പ്രക്രിയയെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പുതിയ ചർച്ചകൾ കൂടുതൽ സമഗ്രമായിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2013 തിരഞ്ഞെടുപ്പ് സമയത്ത് UPA സർക്കാർ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അന്നും ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിച്ചു. അന്നത്തെ സെലക്ടഡ് കമ്മിറ്റിയിൽ 13 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് 31 അംഗങ്ങളുണ്ട്. അന്ന് 22 സിറ്റിംഗുകൾ ഉണ്ടായിരുന്നതായും ഇത്തവണ ഞങ്ങൾക്ക് 36 പേരുണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ 14 സംസ്ഥാനങ്ങളിൽ ചർച്ചയിൽ പങ്കെടുത്തുവെന്നും അതേസമയം ഇത്തവണ 25 സംസ്ഥാന സർക്കാരുകളുടെ ന്യൂനപക്ഷ കമ്മീഷനും പങ്കെടുത്തിരുന്നു. അതേസമയം വഖഫ് ബിൽ മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം. അതുപോലെ വഖഫ് ബിൽ ഒരു ആയുധമാണ് എന്നും രാഹുൽ ഗാന്ധി വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത് മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കുന്നുവെന്നും അവരുടെ വ്യക്തി നിയമങ്ങളും അതുപോലെ സ്വത്ത് അവകാശങ്ങളും കവർന്നെടുക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ RSSും BJPയും അവരുടെ സഖ്യകക്ഷികളും ഭരണഘടനയ്ക്ക് എതിരായി ഈ ആക്രമണമെന്ന് മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്നും പക്ഷേ ഭാവിയിൽ മറ്റ് സമുദായങ്ങളെ ലക്ഷ്യം വെക്കുന്നതിന് ഒരു മാതൃക സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ ആക്രമിക്കുകയും മതസ്വാതന്ത്ര്യത്തിനെയും അവകാശമായ ആർട്ടിക്കിൾ 25 ലംഘിക്കുകയും ചെയ്തിരുന്നതിനാൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഈ നിയമനിർമ്മാണത്തെ ശക്തമായി തന്നെ എതിർക്കുന്നു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.